ആ ദേശീയ വിദ്യാഭ്യാസ നയം അങ്ങേയറ്റം രാഷ്ട്രത്തിന് ഡേഞ്ചറാണ്, ആപത്താണ്. RSS നയമാണ്. ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രത്തിൽ കിടക്കപ്പുറതിയില്ലാത്ത സംഘം പരിവാരം. ആ ചരിത്രത്തെ മാറ്റിയെഴുതലാണ്. ഗാന്ധിയെ കൊന്ന ഗോഡ്സയെ ഗ്ലോറിഫൈ ചെയ്യലാണ്. അതുകൊണ്ട് എതിർക്കണം വിദ്യാർത്ഥികളെ, എതിർത്തു തോൽപ്പിക്കണം സഖാക്കളെ എന്ന ആ പ്രഭാഷണം പണ്ടുപണ്ടെപ്പോഴോ അല്ല, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ്. SFI ദേശീയ സമ്മേളനമാണ് വേദി. ഏതാണ്ട് 5 വർഷങ്ങളിൽ ആ നയം പറയാൻ തയ്യാറാക്കിയ പ്രചണ്ഡ പ്രചരണങ്ങൾ, പ്രബന്ധ സമാഹാരങ്ങൾ, ഇപ്പോഴും വെബ്സൈറ്റിൽ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന 6 സമിതി റിപ്പോർട്ട്, രാഷ്ട്രീയ സത്യം തീണ്ടാത്ത ക്വിന്റൽ കണക്കിന് വെറും വായപ്പടച്ചു വാക്കുകൾ തൂത്തുവാരി AKG സെന്ററിന്റെ സെപ്റ്റി ടാങ്കിൽ തള്ളിയിട്ടാണ് രായ്ക്കു രാമാനം ആ ക്ലാൻഡസ്റ്റൈൻ ഓപ്പറേഷൻ. 10-ാം തീയതിയിലെ ഡൽഹി യാത്രയ്ക്ക് പിന്നാലെ ഏതോ ഒരു രാഷ്ട്രീയ അണിയറയിൽ 16-ാം തീയതി ആയുധമണിഞ്ഞതാണ് ആ ധാരണാപത്രം. 22-ാം തീയതി ക്യാബിനറ്റിൽ CPI മന്ത്രി രാജന്റെ ചോദ്യം അനാഥപ്രേതമായി അലഞ്ഞതാണ്. കേട്ടെന്നുപോലും നടിക്കാതെയാണ് പിറ്റേന്നൊരു മായാജാലം കണക്കെ CPI മാത്രമല്ല കേരളത്തെ മൊത്തം കണ്ണുകെട്ടി നിർത്തി ഒരുതരം മൊസാദ് മോഡൽ കവോട്ട് നീക്കം ഗംഭീരമാണ്. അതേ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയെ കൂടെ ഇരുത്തി ബിനോയ് വിശ്വം ചോദിക്കുന്നു, ഇതെന്ത് സർക്കാരാ? കിട്ടാത്ത പുല്ലുവിലയും പോരാഞ്ഞ് ഏതു CPI എന്ന ഗോവിന്ദാധിക്ഷേപവും കേട്ട് കാൽക്കാസിന്റെ വിലയില്ലാതെ ഭാസ്കര പട്ടേലോട് തുമ്മി കണക്കെ ഇരിക്കേണ്ടി വരുന്ന ഒരു പാർട്ടിയുടെ ഗതികേടാണ്. കഷ്ടമേ കഷ്ടം. ആ നയം RSS അജണ്ടയാണ്, കാവിയാണ്, കൂവിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ശിവൻകുട്ടി ഇന്നലെ ഒരു രാഷ്ട്രീയ കമത്തിയടിൽ ഒറ്റ ചോദ്യമാണ്, NEPക്ക് എന്താ കുഴപ്പം? ഏതോ മുതലാളിത്തം, സാമ്രാജ്യത്വം, വർഗഘടന, അന്തരീക്ഷത്തിന്റെ ആന്തോളനം, ആക്രന്ദനം എന്നൊക്കെ കേട്ടാൽ ചിരി വരുന്ന പാർട്ടി സെക്രട്ടറിയുടെ വെർബൽ സർക്കസിനേക്കാൾ കോടികളുടെ വിലയൊന്നും ഈ പറയുന്ന രാഷ്ട്രീയ നയങ്ങൾക്കില്ല എന്ന് നേർക്കുനേർ പറഞ്ഞ ശിവൻകുട്ടിക്കാണ് പൂച്ചണ്ട്